ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഭഗ്നാശരായ ശിഷ്യന്മാർ കേൾക്കുന്ന ഒരു വലിയ സുവാർത്തയാണ് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. പ്രതീക്ഷ അസ്തമിക്കുന്ന സ്ഥലത്ത് ആരംഭിക്കുന്ന വലിയ പ്രതീക്ഷയുടെ പ്രകാശമാണ്, പുത്തൻ തീയാണ് ഉയർപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശിഷ്യന്മാർ 3.5 വർഷക്കാലം കർത്താവിനോടുകൂടെ നടന്ന് കർത്താവിൻ്റെ ജീവിത ശൈലികൾ പഠിച്ചുവെങ്കിലും, മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചുവെങ്കിലും, താൻ മരിച്ചു എന്നുള്ള വാർത്ത അവരെ നിരാശപ്പെടുത്തി അവരെ പിന്തിരിഞ്ഞു പോകുവാൻ ഇടയായ സംഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഗ്ദലക്കാരത്തി മറിയ വലിയ വാർത്തയുമായി വരുന്നത്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലും ഇന്നും സംഗതമാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിരാശപ്പെട്ട് രോഗത്തിൻ്റെ, പട്ടിണിയുടെ, മറ്റു വിധത്തിലുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഉടലുമ്പോൾ അതിനപ്പുറത്ത് പ്രത്യാശയുടെ പുത്തൻ തീ തെളിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വിസ്മയത്തിൻ്റെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന ഒരു പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ. ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ബിരുദാനന്തര ചടങ്ങിനോടനുബന്ധിച്ച് പ്രസംഗം നടത്തിയ ഒരു വ്യക്തി അവിടുത്തെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ ബ്രേക്ക് ഇൻ എ കാർ? വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. അവിടെ കൂടിയിരുന്നവരെല്ലാം വേഗത കുറയ്ക്കുക, നിയന്ത്രണം വരുത്തുക, അപകടം ഒഴിവാക്കുക എന്നൊക്കെയുള്ള ആക്സിസിൽ നിന്നുകൊണ്ട് ഉത്തരം നൽകിയപ്പോൾ ഒരു കൊച്ചു ബാലൻ പറഞ്ഞു, ഐ ഹാവ് എ ഡിഫറെൻ്റ് ആൻസർ. ആ പ്രൊഫസർ അവനോട് നിൻ്റെ ഉത്തരം പറയുവാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ബ്രേക്ക് ഐ ക്യാൻ റൺ ഫാസ്റ്റർ. സ്ലോ ഡൗൺ എന്നുള്ള ആക്സിസിൽ നിന്ന് ഫാസ്റ്റ് എന്നുള്ളൊരു ആക്സിസിലേക്ക് മാറി ചിന്തിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ആ പ്രൊഫസർ ആ വിദ്യാർത്ഥികളോടെല്ലാവരോടും പറഞ്ഞ ഒരു വലിയ ഉദാഹരണമാണ്. എല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറത്ത് പുതിയ ചിന്താധാരകൾ പ്രകടമാക്കുവാൻ, പ്രതീക്ഷകൾക്ക് പുത്തൻ നാമ്പുകൾ പകരുവാൻ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ഇന്നും സാധ്യതയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാകുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ജനനത്തിൽ സർവ്വലോകത്തിനും നൽകിയ ആ സന്ദേശം മരണത്തിലും പുനരുദ്ധാനത്തിലും അവൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് അന്ധകാരങ്ങൾ, ദാരിദ്ര്യത്തിൻ്റെ, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ ഒക്കെ വേലിയേറ്റത്തിൽ ഭഗ്നാശരായി ഇന്ന് ലോകം നിൽക്കുമ്പോൾ അതിനപ്പുറത്തുള്ളൊരു വലിയ പ്രത്യാശ യേശുക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്, ഇന്നും നൽകുന്നുണ്ട്. അവൻ നമുക്ക് സമീപസ്ഥനാണ്. അവനെ മരിച്ചവരിൽ കണ്ട് ലേപനം പൂശി സൂക്ഷിക്കുന്നതല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനായി വാതിലുകൾ തുറക്കാതെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളവനായി, നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തനം ചെയ്യുന്നവനായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ പെരുന്നാൾ നമുക്ക് ശക്തി പകരട്ടെ. പുതിയ ചിന്താധാരകൾ കൊണ്ട്, പുതിയ പ്രത്യാശ കൊണ്ട് പുത്തൻ തിരുനാളം ഉയർത്തുവാൻ തക്കവണ്ണം ഈ വർഷത്തെ പുനരുദ്ധാന പെരുന്നാൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വലോകത്തിനും ഈ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.